നമുക്ക് രേവതിയുടെ സച്ചിയുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് ചന്ദ്രമതി പറഞ്ഞു കേട്ട് ബാബയുടെ വീട്ടില് ഒളിച്ചു നിൽക്കുന്ന ശ്രുതി ഞെട്ടിപ്പോയി. തന്നെ ശ്രുതിയെയും കൂടെ അകറ്റാൻ വേണ്ടിയിട്ട് തന്റെ അമ്മായിമ്മ പണി തരാനായിട്ട് ഒരുങ്ങുവാണ്. ഈ സമയത്ത് ഭാമയോട് ചന്ദ്രമതി പറഞ്ഞു, ഭാമേ നീ പെട്ടെന്ന് ഒരുങ്ങി വാ. ഇങ്ങോട്ട്. അല്ല, നീയല്ലേ ഒരു സ്വാമിയുടെ കാര്യം പറഞ്ഞേ. അവിടെ പോയി ഒരു ഏൽസ് മേടിച്ച് കിട്ടുവാണെങ്കിലേ ശ്രുതി അവളെ വെറുക്കും, ശ്രുതിയെ വെറുക്കും. അപ്പൊ പിന്നെ കാര്യങ്ങൾ എനിക്ക് കുറച്ചുകൂടി എളുപ്പമാണ്. എത്രയും പെട്ടെന്ന് അവനും അവളും തമ്മിൽ ഡിവോഴ്സ് നടത്തണം. എന്നിട്ട് അവനെ കൊണ്ടൊരു കോടീശ്വരിയായ പെണ്ണിനെ കല്യാണം കഴിപ്പിക്കണമെന്ന് പറഞ്ഞു. അല്ല ചന്ദ്ര, അത് പിന്നെ ഞാൻ പെട്ടെന്ന് വായ ഇങ്ങോട്ട് പറഞ്ഞു. അല്ല, ഞാൻ വരണോ? അതിന്റെ ആവശ്യമുണ്ടോ? എന്തൊരു ചോദ്യമാ നീ ഇങ്ങോട്ടേക്ക് വന്നേന്ന് പറഞ്ഞു. അത് കേട്ടപ്പം പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഭാമയ്ക്ക്. ഇതൊക്കെ കേട്ടോണ്ട് ശ്രുതി അകത്ത് നിൽക്കുക. ആ സമയം ചന്ദ്രമതി പറഞ്ഞു, നീ എന്താ നോക്കുന്നേ? അല്ല, താക്കോല് വെക്കുന്ന ഇവിടെ നിനക്ക് അറിയില്ലെന്ന് ചോദിച്ചു. അങ്ങനെ ഒടുവിൽ താക്കോല് കയ്യിലെടുത്തു. ആ സമയത്ത് ഭാമയ്ക്ക് അറിയാം ശ്രുതി കേട്ടിട്ടുണ്ടായിരിക്കും ഇപ്പൊ ഈ പറയുന്നതൊക്കെ. അപ്പോഴേക്കും ഭാമ പറഞ്ഞു, അല്ല ചന്ദ്ര, വീട് പൂട്ടി പോകാന്ന് പറഞ്ഞ എന്താ? വീട് പൂട്ടി ഇതിലായിട്ട് ഒരിടത്ത് പോയിട്ടില്ലെന്ന് ചോദിച്ചു. ഉണ്ട്. എങ്കിൽ പിന്നെ പൂട്ടിയിട്ട് ഇറങ്ങാൻ പറഞ്ഞു. അങ്ങനെ ഒടുവില് വീട് പൂട്ടുവാണ്. ഈ സമയത്ത് ഭാമയുടെ മനസ്സിൽ ചിന്തയുണ്ടായി, ശ്രുതിക്ക് ഇറങ്ങി പോകാൻ പറ്റില്ല, ഇനിയിപ്പോ അവൾ എന്ത് ചെയ്യും എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു. നീ എന്താ അവിടെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നേ? ഒന്നുമില്ല, എങ്കിൽ വരാൻ പറഞ്ഞു. ഈ സമയം ശ്രുതി ഓർത്ത്, ദൈവമേ, ഭഗവാനെ പെട്ടുപോയല്ലോ, ഇനി ഇപ്പൊ എന്ത് ചെയ്യും? തന്നെ ശ്രുതിയും കൂടെ പിരിക്കാൻ വേണ്ടിയിട്ട് തന്റെ അമ്മായിമ്മ കച്ചുകെട്ടി ഇറങ്ങിയിരിക്കോ, കാണിച്ചു കൊടുക്കാം എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു ശ്രുതിയുടെ മനസ്സിൽ. ഈ സമയത്ത് രേവതി വർഷയ്ക്ക് ശ്രീകാന്തിനും സച്ചിക്കും രവീന്ദ്രനും ഒക്കെ കഴിക്കാനായിട്ട് ആഹാരം വിളമ്പി വെക്കുവാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെക്കുവാണ്. അങ്ങനെ വർഷ വന്ന് കഴിക്കാതിരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും വർഷയ്ക്ക് എന്തോ ഭയങ്കരമായിട്ട് വൊമിറ്റ് ചെയ്യാനായിട്ട് തോന്നി. പക്ഷെ പെട്ടെന്ന് എഴുന്നേറ്റ് പോയി വൊമിറ്റ് ചെയ്യുകയാണ്. ആ സമയത്ത് ഇങ്ങനെ രേവതി ഒന്ന് നോക്കി. രേവതി നോക്കിയിട്ട് ഓർത്ത്, ഇനിയിപ്പോൾ എന്തെങ്കിലും വല്ല വിശേഷമുണ്ടോ, പ്രഗ്നൻ്റ് ആണോ എന്ന് അറിയത്തില്ലല്ലോ. അങ്ങനെ വൊമിറ്റ് ചെയ്ത് വന്നിരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും രവീന്ദ്രൻ ചോദിച്ചു, എന്താ മോളെ, എന്ത് പറ്റിയെന്ന് ചോദിച്ചു. എന്താണെന്നറിയില്ല അച്ഛാ, ഇന്നലെ തൊട്ട് ഛർദി ഉണ്ടെന്ന് പറഞ്ഞു. എന്തോ ഫുഡ് പോയിസൺ അടിച്ചാന്ന് തോന്നേ. അത് കേട്ടപ്പോൾ രേവതി പറഞ്ഞു, അല്ല, അങ്ങനെ ഫുഡ് പോയിസൺ അടിക്കാനായിട്ട് ഞങ്ങൾ കഴിച്ച ഫുഡ് തന്നെയല്ലേ നീയും കഴിച്ചോളൂ. അല്ല, ഞാൻ പുറത്തുനിന്ന് കഴിച്ചായിരുന്നു, ചിലപ്പോൾ അതിൻ്റെ ആണോന്ന് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്ക് ശ്രീകാന്തിന് നിരാശയായി. താൻ കരുതി വേറെന്തേലും ആയിരിക്കുമെന്ന്. ആ സമയം രവീന്ദ്രൻ പറഞ്ഞു, എടാ മോനെ, ഇനി ഇത് വെച്ചോണ്ടിരിക്കണ്ട, ഇന്നലെ രാത്രി തൊട്ട് ഛർദി ഉണ്ടെന്നല്ലേ പറഞ്ഞേ, പെട്ടെന്ന് തന്നെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മോളെ കാണിക്കുക, ഫുഡ് പോയിസൺ അടിച്ചാണ് പറയാൻ പറ്റില്ല. അപ്പോഴേക്കും വർഷം പറഞ്ഞു, അതിന്റെ ആവശ്യമില്ല അച്ഛാ, ഇതങ്ങോട്ട് മാറിക്കോളൂ എന്ന് പറഞ്ഞു. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഹോസ്പിറ്റലിൽ പോകേണ്ട കാര്യത്തിന് പോകാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു, അവരെ ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞു വിട്ടു. ഈ സമയം ശ്രുതി ആകെപ്പാടെ പെട്ടിരിക്കുകയാണ് ഭാമയുടെ വീട്ടില്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഇവിടുന്ന് എങ്ങനെയൊന്ന് പുറത്തു പോകുന്നേ? പോയില്ലേ പ്രശ്നമോ, പോയി ശ്രുതിയെ പോയി കാണണം, അല്ലെങ്കിൽ മിക്കവാറും ശ്രുതി തന്നെ ഡിവോഴ്സ് ചെയ്യും. തന്നെ നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ആ സമയത്ത് ഭാമയ്ക്കാണെങ്കിലോ വല്ലാത്തൊരു ടെൻഷനാണ്. ഭാമയും ചന്ദ്രമതിയും കൂടെ ഓട്ടോറിക്ഷയിൽ പോകുന്ന സമയത്ത് ഭാമ ഇങ്ങനെ മനസ്സിലാലോചിക്കുക, ദൈവമേ, ശ്രുതി വീട്ടിലുണ്ട്, ഇനി അവള് വല്ല കടുങ്കൈ ചെയ്യുമോ? അവള് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവള് വീട്ടിൽ കെട്ടിത്തൂങ്ങി ചാവുന്നു. ദൈവമേ, അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ താൻ എന്ത് ചെയ്യും? താൻ ആ വീട്ടിൽ പിന്നെ എങ്ങനെ താമസിക്കും? തനിക്ക് ജീവിക്കാൻ പോലും പറ്റില്ല ആ വീട്ടില്. അയ്യോ, അങ്ങനെയൊന്നും സംഭവിക്കില്ലേ, അവൾക്കാണ് ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനും പറ്റില്ല, താൻ വീട് പൂട്ടിയിട്ടല്ലേ പോന്നേ എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു മനസ്സിൽ. അപ്പോഴേക്കും ചന്ദ്രമതി ചോദിച്ചു, നീ എന്താ ആലോചിക്കണേ? ഒന്നുമില്ലാന്ന് പറഞ്ഞു. ഭാമയ്ക്ക് എല്ലായിടത്തിലും ഭാമയുടെ ബുദ്ധിമുട്ട്. ഈ സമയം ശ്രുതിയാണെങ്കിലോ അടുക്കള കഥകളൊക്കെ തുറക്കാൻ നോക്കി, പക്ഷെ ഒന്നും തുറക്കാൻ പറ്റിയില്ല. അത് ലോക്ക് ചെയ്തിരിക്കുമായിരുന്നു, പൂട്ടിയിട്ടിരിക്കുന്നുണ്ട്. അതും തുറക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പുറത്തു പോകാന്നുള്ള ആ പ്രതീക്ഷയെ നശിച്ചു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നീട് ചന്ദ്രമതിയും ഭാമയും കൂടെ ആ സ്വാമിയുടെ വീട്ടിലേക്ക് എത്തുവാണ്. അവിടെ വന്ന് സ്വാമിയെ കണ്ടു കഴിഞ്ഞപ്പോൾ സ്വാമി ചോദിച്ചു, എന്താ കാര്യം എന്ന് ചോദിച്ചു. അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു, സ്വാമി, എനിക്കൊരു മോനുണ്ട്, അവന്റെ കല്യാണം കഴിഞ്ഞാണ്. അതാണോ പ്രശ്നം? അതല്ല, ഞാൻ ആഗ്രഹിച്ചുകൊണ്ടിരുന്നേ വലിയ കോടീശ്വരിയായ ഒരു പെണ്ണെ കൊണ്ട് വേണം എൻ്റെ മോൻ്റെ കല്യാണം നടത്താനെന്ന് അങ്ങനെയാ വിചാരിച്ചുകൊണ്ടിരുന്നേ. കല്യാണം കഴിഞ്ഞ സമയത്തും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പിന്നെ ഇപ്പോഴെന്തു പറ്റി? പിന്നീട് അറിഞ്ഞ് അവൾ എന്നെ എൻ്റെ മോനെയൊക്കെ ചതിച്ചാന്ന്, അവൾ ഒന്നും അല്ലെന്നുള്ള കാര്യങ്ങളൊക്കെ പിന്നെ അറിഞ്ഞെന്ന് പറഞ്ഞു. അല്ല, ഇപ്പൊ എൻ്റെ അടുത്തേക്ക് വന്ന കാര്യം എന്താന്ന് വെച്ചാൽ പറ. സ്വാമി, എൻ്റെ മോനെ അവളെയും തമ്മിൽ അകറ്റണം, അതിനുവേണ്ടി സ്വാമി എന്തെങ്കിലും ചെയ്തു തരണമെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞ് സ്വാമി ഇങ്ങനെ നോക്കി. ഇവിടെ വരുന്ന ഭൂരിപക്ഷം ആൾക്കാര് ഒന്നെങ്കിൽ അമ്മായിമ്മ മരുമകളെ മോനെയും തമ്മിൽ അകറ്റാനായിരിക്കും, അല്ലെങ്കിൽ മരുമോള് അമ്മായിമ്മേനെയും മോനെയും തമ്മിൽ അകറ്റാനായിരിക്കും. അങ്ങനെ എത്ര എത്ര കാര്യങ്ങൾ ഇവിടെ വരുന്നേ. സ്വാമി, അയ്യോ, എന്നെയും മോനെയും തമ്മിൽ അകറ്റണ്ട കേട്ടോ. ശരി ശരി, നിങ്ങൾ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാനൊരു തകട് ജപിച്ചു തരാം,
അതുകൊണ്ടേ അവന്റെ കയ്യെ കിട്ടിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു തകിട് ചെപിച്ചു കൊടുത്തു. കുറെ മന്ത്രങ്ങൾ ഏതാണ്ടൊക്കെ ഉരുവിട്ട് തകിടൊരു ചെറിയൊരു പട്ട് തുണിക്കകത്ത് പോയി ഞങ്ങൾ കൊടുക്കുകയാണ്. ഇതവന്റെ കൈമുട്ടിനും മീതെ കെട്ടണമെന്ന് പറഞ്ഞു. പിന്നെ ആരും കാണാനും പാടില്ല. അല്ല സ്വാമി, ഇനിയിപ്പം ഇത് കെട്ടിയതുകൊണ്ടത് വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ? ഞങ്ങൾക്ക് ഒരു കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല, അറിയാലോ. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞു. ശരി സ്വാമി എന്ന് പറഞ്ഞു. അപ്പോഴേക്ക് സ്വാമി പറഞ്ഞു ദക്ഷിണ. അയ്യോ ഞാനത് മറന്നെന്ന് പറഞ്ഞു. സ്വാമി പറഞ്ഞു ഞാനത് മറക്കില്ല എന്ന് പറഞ്ഞു. അമ്മയുടെ മുഖവും വട്ടം ഭാവം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും സ്വാമി ചോദിച്ചു, എന്താ നിങ്ങൾക്ക് വല്ല ചരടും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും വേണോ? വേണ്ട സ്വാമി, അല്ല മനസ്സിൽ എന്തൊക്കെയോ ബുദ്ധിമുട്ടുകളുണ്ടെന്ന് തോന്നല്ലോ, മിക്കവാറും അതിന് വേണ്ടി വരും, ഞാൻ പോയിട്ട് പിന്നെ വരാം സ്വാമി എന്ന് പറഞ്ഞു. അങ്ങനെ അവർ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴത്തേനും ചന്ദ്രമതി എന്താ ഭാവം, നിനക്കെന്താ ഒരു വയ്യായിക? ഒന്നുമില്ലാന്ന് പറഞ്ഞു. അതെ ഇപ്പോഴാ എനിക്ക് സമാധാനമായത്, കണ്ടില്ല ചരട്, ഇനി ഇത് ഞാൻ ഈ ആലസും ചരടും കൂടെ അവന്റെ കയ്യെ കിട്ടും, അതോടുകൂടിയിട്ട് ശ്രുതിയെ അവൻ വെറുക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. ചന്ദ്രമതി ഭയങ്കര ആത്മവിശ്വാസത്തിലായിരുന്നു. ഈ സമയം വർഷ ശ്രീകാന്ത് ഹോസ്പിറ്റലിൽ ഇരിക്കുകയാണ്. വർഷ പറഞ്ഞു ഇതിന്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല, അല്ല ഡോക്ടർ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം എന്നല്ല പറഞ്ഞേ, ഇപ്പൊ തന്നെ എന്റെ റിസൾട്ട് വരുമല്ലോ എന്ന് പറഞ്ഞു. വെറുതെ എന്തായാലും ഡോക്ടർ അങ്ങനെ പറയില്ലോ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഒന്ന് നേഴ്സും കൂടെ വന്നു. റിസൾട്ട് ആയി കിട്ടിയോന്ന് ചോദിച്ചു. കിട്ടിയെന്ന് പറഞ്ഞു. എങ്കിൽ വാ ഡോക്ടറെ കൊണ്ട് കാണിക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ ഒരാളോട് കയറിക്കോളാൻ പറഞ്ഞു. അങ്ങനെ വർഷ അങ്ങോട്ട് കയറി. വർഷ കയറി കഴിഞ്ഞപ്പോഴത്തേനും ഡോക്ടർ ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ ഡോക്ടർ റിസൾട്ട് നോക്കിയിട്ട് പറഞ്ഞു, അതെ എന്തായാലും എനിക്ക് ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതെന്താണെങ്കിലും കൃത്യമായെന്ന് പറഞ്ഞു. അപ്പോഴേക്കും വർഷ ചോദിച്ചു, എന്താ ഡോക്ടറെ? അതെ നിങ്ങളുടെ ഭർത്താവിനും കൂടെ വിളിക്കുക, ഒരു ഗുഡ് ന്യൂസ് ഉണ്ടെന്ന് പറഞ്ഞു. നേഴ്സിനോട് ഇവരുടെ ഭർത്താവിനെ വിളിക്കാനായിട്ട് പറയണം. അപ്പോഴേക്കും വർഷ ചോദിച്ചു, ഡോക്ടർ ഗുഡ് ന്യൂസ് എന്താന്ന് പറ, എന്നിട്ട് മതി അദ്ദേഹത്തെ വിളിക്കണമെന്ന് പറഞ്ഞു. അത് പിന്നെ നിങ്ങളൊരു അമ്മയാവാൻ പോകുന്നെന്ന് പറഞ്ഞു. വർഷയുടെ തല ഇടുത്തി വീണ പോലെ വർഷയ്ക്ക് തോന്നി. അല്ല ഡോക്ടറെ, ഡോക്ടർ എന്താ പറയണേന്ന് ചോദിച്ചു. വർഷയ്ക്ക് വല്ലാത്തൊരു ഞെട്ടലും വെപ്രാളും ഒക്കെ ആയിരുന്നു. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടർ ചോദിച്ചു, എന്താ നിങ്ങൾക്കിത് എന്ത് പറ്റി, നിങ്ങൾക്ക് ഇഷ്ടമില്ലേന്ന് ചോദിച്ചു. അല്ല ഡോക്ടറെ, പെട്ടെന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു ഷോക്കായതാ, എങ്കിൽ നിങ്ങളുടെ ഭർത്താവിനെയും കൂടെ വിളിക്കാൻ പറഞ്ഞു. വേണ്ട ഡോക്ടറെ ഇപ്പൊ പറയണ്ട, ഞാൻ സർപ്രൈസ് ആയിട്ട് പറഞ്ഞോളാന്ന് പറഞ്ഞു. എങ്കിൽ ശരി ആയിക്കോട്ടെ, പിന്നെ എത്രയും പെട്ടെന്നൊരു ഗൈനക്കോളജിസ്റ്റിനെ കാണണം, ഇവിടെ ഒരു ശ്രീദേവി ഡോക്ടർ ഉണ്ട്, നല്ല ഡോക്ടറാന്ന് പറഞ്ഞു. ഇപ്പൊ ഞാൻ തൽക്കാലത്തേക്ക് മെഡിസിൻ ഒന്നും എഴുതുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ വർഷ പുറത്തേക്ക് വന്നു. ഇപ്പൊ ശ്രീകാന്ത് ചോദിച്ചു, എന്താ എന്ത് പറ്റി? അത് പിന്നെ അത് ഫുഡ് പോയ്സൺ ആന്ന് പറഞ്ഞു. ഫുഡ് പോയ്സൺ ആണോ? അതെ, മെഡിസിനെ കുറിച്ചിട്ടുണ്ട്, അത് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. ശരി എങ്കിൽ പോവാന്ന് പറഞ്ഞു. കാരണം ഒരു കാരണവശാലും ഇപ്പൊ ശ്രീകാന്ത് അറിയില്ലെന്നും വർഷയ്ക്ക് തോന്നി. തനിക്ക് ഈ കുഞ്ഞിനെ വേണ്ട എന്നൊരു ചിന്തയായിരുന്നു വർഷയുടെ മനസ്സിൽ. ആ സമയത്ത് രേവതി പൂ കെട്ടിക്കൊണ്ടിരിക്കുമ്പോഴത്തേനും സച്ചി അങ്ങോട്ട് വന്ന് രേവതിയെ പിന്നിൽ നിന്ന് വന്ന് കെട്ടിപ്പിടിക്കണം. എന്താ സച്ചിയേട്ടാ അതെന്ന് ചോദിച്ചു. ഇങ്ങോട്ട് വാന്ന് പറഞ്ഞു. അപ്പോഴേക്കും രേവതി കുതിരി മാറി താഴെ സ്റ്റെയർ കേസ് ഇറങ്ങി ഓടി വരുവാണ്. ആ സമയത്താണ് ചന്ദ്രമതിയുടെ വരവ്. ചന്ദ്രമതി ഒന്ന് നോക്കി, പെട്ടെന്ന് രേവതി അവിടെ നിന്നു. സച്ചി പിന്നാലെ വരുന്നു കണ്ടു. അപ്പോഴേക്കും ചന്ദ്രമതി എന്താടാ അത്, നിനക്കെന്താ ഒരു നാണമൊന്നും ഇല്ലെന്ന് ചോദിച്ചു. നാണം മാത്രമല്ല മാനോ ഇല്ലെന്ന് പറഞ്ഞു. അല്ല അച്ഛൻ എന്ത് ചെയ്യടിന്ന് ചോദിച്ചു രേവതിയോട്. അച്ഛൻ അശോകനങ്ങളുടെ അടുത്ത് പോയേക്കുക. ഓ അപ്പൊ അതാണ്. അല്ല ശ്രുതി കഴിക്കാനോ മറ്റോ വന്നായിരുന്നോ? വന്നില്ല, കഴിക്കാൻ വന്നില്ല എന്ന് പറഞ്ഞു. അല്ല വർഷയും ശ്രീകാന്ത് എന്തി അവരിവിടെ ഇല്ലാന്ന് പറഞ്ഞു. ഓ അപ്പൊ അതുകൊണ്ടാണല്ലേ രണ്ടുപേരും കൂടെ ഇങ്ങനെ. എന്നാലും ഇത്രയ്ക്ക് നാണമില്ലാത്തവണായി പോയല്ലോ നീ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി കുറെ ദേഷ്യപ്പെടുവാണ്. രേവതി സച്ചിനെ നോക്കി. ആ സമയത്ത് ചന്ദ്രമതി മനസ്സിൽ പറഞ്ഞു, എടാ ഇനിയിപ്പം നിന്നെ ഇവളെയും കൂടെ അകറ്റാനായിരിക്കും ഞാൻ ഏലസ് മേടിക്കാൻ പോകുന്നത്. തൽക്കാലത്തേക്ക് ശ്രുതിയും കൂടെ ഞാനൊന്ന് അകറ്റിക്കോട്ടെ എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ചന്ദ്രമതി നേരെ പൂജാമുറിയിലേക്ക് പോയി. ഇനി ഇത് ശ്രുതിയുടെ കൈ കെട്ടിക്കൊടുക്കണം, അതുവരെ ഇവിടെ ഇരിക്കട്ടെ എന്ന് ഓർത്തുകൊണ്ട് അതവിടെ വെക്കുവാണ്. കാരണം ഇനിയിപ്പം എത്രയും പെട്ടെന്ന് അവരെ തമ്മിൽ അകറ്റിയാലാണ് ശ്രുതിക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവുള്ളൂ എന്നൊരു വിശ്വാസമായിരുന്നു. ഇതേ സമയത്ത് വർഷയാണ് ആകെപ്പാടെ ടെൻഷനിലായിരുന്നു. അങ്ങനെ ഒടുവിൽ വർഷ ശ്രീകാന്തും കൂടെ വീട്ടിലേക്ക് വന്നപ്പോൾ രേവതി ചോദിച്ചു, എന്തായി? ഹോസ്പിറ്റലിൽ പോയിട്ട് എന്ത് പറഞ്ഞു ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ വർഷം പറഞ്ഞു, ഒന്നുമില്ല ചേച്ചി, അത് പിന്നെ ഒരു ഫുഡ് പോയ്സൺ ആണെന്ന് പറഞ്ഞു. ഫുഡ് പോയ്സണോ? അതെ, അത് മെഡിസിൻ കഴിച്ചാൽ കുറയാവുന്നോളെന്നാ ഡോക്ടർ പറഞ്ഞെന്ന് പറഞ്ഞു. ഓ അങ്ങനെയായിരുന്നോ? രേവതിക്ക് വിഷമായി പോയി. രേവതി കുറെ പ്രതീക്ഷകൾ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ വർഷ പ്രഗ്നന്റ് ആണെന്നൊരു ചിന്ത രേവതിയുടെ മനസ്സിലുണ്ടായിരുന്നു. അല്ലെന്ന് പറഞ്ഞപ്പോൾ ഒരു സങ്കടമുണ്ട്, എന്നാലും സാരമില്ല എന്നൊരു ചിന്തയായിരുന്നു. ഒരു ഒടുവിൽ വർഷം അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും രേവതി ഇങ്ങനെ ആലോചിച്ചു, താനും സച്ചേനും തമ്മിൽ ഒന്നിച്ച് നടക്കുന്ന പോലും തൻ്റെ അമ്മായിമ്മയ്ക്ക് ഇഷ്ടമില്ല. തങ്ങളെ തമ്മിൽ അകറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, ഇതിങ്ങനെ മുന്നോട്ട് പോയാൽ എങ്ങനെയാവുന്നൊരു ചിന്ത രേവതിയുടെ മനസ്സിലുണ്ടായി. അപ്പൊ അതിന്റെ കഥകളൊക്കെയാണ് നമ്മളിന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.